ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ്ഡ് ആയിരുന്നു. പിന്നെ ചില വീഡിയോസൊക്കെ സബ്ജക്ട് വൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്ങിൻ്റെ, റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സർവേ ആണ്. ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 3-4 വീഡിയോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം സർവേയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രേഡ് 3യെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർവേയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ദ കർവേച്ചർ ഓഫ് എൻ ആർക്ക് ഓഫ് ദ ബബിൾ ട്യൂബ് ഈസ് ജനറലി കെപ്റ്റ് ആസ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു ബബിൾ ട്യൂബ്, ആ ബബിൾ ട്യൂബിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ സാധാരണ എത്രയാണ് അതിൻ്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യാറുള്ളതെന്ന്. നമുക്ക് ആദ്യം എന്താണ് ഈ ബബിൾ ട്യൂബ്, എന്താണ് ഈ ലെവൽ ട്യൂബ് എന്ന് പറയാം. നമ്മൾ സാധാരണ ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സർവേയുടെ ഇൻസ്ട്രുമെന്റുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ട്യൂബാണ് എന്ത് ലെവൽ ട്യൂബ് എന്നുള്ളത്. നമുക്കറിയാം ലെവൽ ട്യൂബിൽ എന്തുണ്ടാവും, ഒരു ബബിൾ ഉണ്ടാവും. ആ ബബിള് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫിഗറിൽ കാണാം. ആ ബബിൾ എന്ത് ചെയ്യുക, അതിന്റെ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് ലെവൽഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് അതിന് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, ലെവലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഫുഡ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ടൊക്കെ ഡംപി ലെവലിലും തിയോഡലൈറ്റിലും ടാക്യോമീറ്ററിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവലിംഗ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആർക്ക് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്? ബബിൾ ട്യൂബിന്റെ ആർക്കിൽ ഉണ്ടാവുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ വാല്യൂ എത്രയാണെന്ന്. അപ്പൊ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ആദ്യം പറയാം. നമുക്കറിയാം, ഒരു ബബിൾ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ലെവൽ ട്യൂബിനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഒരു ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് പൈപ്പ് അല്ല. മറിച്ച് ഒരു സർക്കുലാർ ആയിട്ടുള്ള ഒരു കർവ് ഷേപ്പിലുള്ള ഒരു ട്യൂബിന്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും ഇത് ഹൊറിസോണ്ടൽ അല്ല, ഇതെന്താണ്, ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു വലിയ ആർക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ റേഡിയസ് കൂടിയിട്ടുള്ള ഒരു സർക്കുലാർ ട്യൂബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ബബിൾ ട്യൂബ് ഒരിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടല്ല നിൽക്കുന്നത്. ആ ട്യൂബ് എന്താണ്, ഒരു സർക്കുലാർ ട്യൂബാണ്. അതിനെന്തുണ്ടാവും, ഒരു വലിയ റേഡിയസ് ഉണ്ടാവും. അപ്പോൾ ആ റേഡിയസ് എത്രയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. 100 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ ട്യൂബിന്റെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവുക, ലെവൽ ട്യൂബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആർക്ക് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ചെയിൻ സർവേയിങ് ടൈ ലൈൻസ് ആർ പ്രൈമർലി പ്രൊവൈഡഡ് ഫോർ. ചെയിൻ സർവേയിൽ നമ്മൾ ടൈ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ചില വീഡിയോസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചെയിൻ സർവേയിൽ നമ്മൾ ഒരുപാട് ലൈനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് ബേസ് ലൈന്, നമ്മുടെ ആ ലാൻഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഏറ്റവും വലിയ ലൈനാണ് ബേസ് ലൈൻ. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയിനേജ് മെഷർ ചെയ്യുക. പിന്നെ സർവേ സ്റ്റേഷനുകൾ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സർവേ ലൈൻ എന്ന് പറയും. ഒരു ഫ്രെയിം വർക്കിന്റെ ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈനിനെ ചെക്ക് ലൈൻ എന്ന് പറയും. അതേപോലെ തന്നെ 2 സബ്സിഡിയറി സ്റ്റേഷനുകൾ, സർവേ സ്റ്റേഷനുകൾ അല്ലാത്ത വേറെ ഏതെങ്കിലും 2 ചെയിൻ ലൈനിലുള്ള ഏതെങ്കിലും 2 സ്റ്റേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ ടൈ ലൈൻ എന്ന് പറയും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ടൈ ലൈൻ ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ടൈ ലൈൻ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പ്രൈമറി ആയിട്ട് ടൈ ലൈൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ലോങ്ങർ ഓഫ്സെറ്റുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസിനെ പെട്ടെന്ന് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈ ലൈനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ ഓഫ്സെറ്റുകൾ, ലോങ് ഓഫ്സെറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ടൈ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, 2 സ്റ്റേഷനുകൾ, സബ്സിഡിയറി ആയിട്ടുള്ള 2 സ്റ്റേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ടൈ ലൈൻ വരച്ചിട്ടുള്ളത്. ഈ ടൈ ലൈനിൽ നിന്നുള്ള ഓഫ്സെറ്റുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ബിൽഡിങ്ങിലോട്ടാണെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ഇങ്ങനെ മെഷർ ചെയ്യും. അപ്പോൾ നേരെ മറിച്ച് അത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ സർവേ ലൈനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഓഫ്സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദൂരം കൂടുന്നത് കൊണ്ടോ
അല്ലെങ്കിൽ ബേസ് ലൈനിൽ നിന്ന് നമ്മൾ ഓഫ്സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൈ ലൈൻസ് കൊടുക്കുന്നത്. അപ്പോൾ ടൈ ലൈനിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങർ ഓഫ്സെറ്റുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ലോങ്ങർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ 15 മീറ്ററിനേക്കാൾ നീളം കൂടിയ ഓഫ്സെറ്റുകളെയാണ് നമ്മൾ ലോങ്ങർ ഓഫ്സെറ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ 2 ഓപ്ഷനിൽ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമറി ആയിട്ടുള്ള അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൊടുക്കുക, ലോങ്ങർ ഓഫ്സെറ്റുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് റെപ്രസെന്റ്സ്. ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിന്റെ പേരെന്താണ്? നമുക്കറിയാം, അതിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് പറയാം. ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയും. ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാത്ത ഒരു ഹില്ല്, ഇവിടെ ഒരു ഹില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഹില്ലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഹില്ലിന്റെ കോണ്ടൂർ ലൈനാണ് താഴെ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഹില്ലിന്റെ കോണ്ടൂർ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷെ ഹില്ലിന് നേരെ തിരിച്ചാണ്, പുറത്തോട്ട് വരുന്തോറും അതിന്റെ എലിവേഷൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ. പ്ലംബ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ലൈൻ ഏതാണോ അതിനെ നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലംബോബ് നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് അനുസരിച്ചാണ് ആ പ്ലംബോബ് നിൽക്കുക അല്ലെ. എർത്തിന്റെ ഏത് ഭാഗത്ത് ഏത് പോയിന്റിൽ നിന്ന് നമ്മൾ ഇട്ടാലും അത് എർത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചായിട്ടാണ് എന്ത് ചെയ്യുക, സർഫസിൽ നിൽക്കുക. ആ പ്ലംബ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുക. ഒരു പെർഫെക്റ്റ്ലി ലെവൽഡ് ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പ് തരുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അടുത്ത ലെവൽ ലൈനാണ്. എർത്തിന്റെ കർവേച്ചറിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനുകളെയാണ് ലെവൽ ലൈൻ എന്ന് പറയുക. എർത്തിന്റെ കർവേച്ചറിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനുകളെ ലെവൽ ലൈൻ എന്ന് പറയും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെയറിംഗ് ഓഫ് എ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദ സർവേ ഈസ് കോൾഡ് ആസ്. ഒരു ട്രാവേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് കണക്റ്റഡ് ലൈനുകളെയാണ് നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ സർവേ നടത്തുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ മാത്രമേ കൊടുത്തുള്ളൂ, AB എന്ന് പറഞ്ഞൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു BC എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, CD എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, DA എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എന്തായി, ഒരു ട്രാവേഴ്സ് ആയി. കുറേ കണക്റ്റഡ് ലൈനുകളെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനുകളെയാണ് നമ്മൾ ട്രാവേഴ്സ് ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ സർവേ നടത്തുന്ന ആദ്യം ഇവിടെ ഇൻസ്ട്രുമെന്റ് വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ആംഗിൾസ് മെഷർ ചെയ്യും. പിന്നെ ഇവിടെ ഇൻസ്ട്രുമെന്റ് വെക്കും, പിന്നെ Cയിൽ വെക്കും, പിന്നെ Dയിൽ വെക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സർവേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഓഫ് സർവേ എന്ന് പറഞ്ഞാൽ ആദ്യം Aയിൽ ഇൻസ്ട്രുമെന്റ് വെച്ചതിന് ശേഷം പിന്നെ Bയിൽ ഇൻസ്ട്രുമെന്റ് വെക്കും, B കഴിഞ്ഞതിന് ശേഷം Cയിൽ വെക്കും. അപ്പോൾ എന്താണ്, ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, സർവേയുടെ പ്രോഗ്രസ് പോകുന്നത്. ഇനി ഇങ്ങോട്ടാണ്, തിരിച്ചിങ്ങനെയാണെന്നുണ്ടെങ്കിൽ A കഴിഞ്ഞ് D, D കഴിഞ്ഞ് C, C കഴിഞ്ഞ് B, അങ്ങനെയാണ് നമ്മൾ സർവേ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ സർവേയുടെ പ്രോഗ്രസ് ഉണ്ടാവുക. അപ്പോൾ 2 ഡയറക്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആണ് എന്ത് ചെയ്യുക, സർവേ പ്രോഗ്രസ് ചെയ്യുക ഒരു ട്രാവേഴ്സിൽ. ഇനി സർവേയുടെ പ്രോഗ്രസ്സിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ബെയറിങ്ങിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സർവേയുടെ പ്രോഗ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ AB എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. Aയിലാണ് ആദ്യം ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ളത്. Aയിൽ ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ Bയിലോട്ട് വെക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, Aയിൽ നിന്ന് Bയിലേക്കാണ്. A to B ആണ് ഡയറക്ഷൻ ഓഫ് ദ സർവേ. ഇനി ആ പ്രോഗ്രസിന്റെ ഡയറക്ഷൻ, അപ്പോൾ ഇവിടെയാണ് ആദ്യം ഇൻസ്ട്രുമെന്റ് ഉണ്ടാവണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഈ ബെയറിങ്ങിന് നമ്മൾ പറയുന്ന പേര് ഫോർ ബെയറിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോർ ബിയറിംഗ്? ഇതിന്റെ ആൻസർ ഫോർ ബിയറിംഗ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫോർ ബിയറിംഗ്? ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എടുക്കുന്ന ബെയറിങ്ങിനെയാണ് നമ്മൾ ഫോർ ബിയറിംഗ് എന്ന് പറയാം. ഇപ്പോൾ ബാക്ക് ബിയറിംഗ് എന്തായിരിക്കും, ഒരു ലൈനിന്റെ എൻഡ് സ്റ്റേഷനിൽ നമ്മൾ എടുക്കുന്ന ബെയറിങ്ങിനെ ബാക്ക് ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് 260 ഡിഗ്രിയാണ്. നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുന്ന ആംഗിൾ, ഹോൾ സർക്കിൾ ബെയറിംഗ്. ഈ ബെയറിംഗ് എന്താണ്, ഫോർ ബിയറിംഗ് ആണ്. ഇനി ഇൻസ്ട്രുമെന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നോർത്തിൽ നിന്ന് ഈ ലൈൻ വരെ എടുക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ സർവേ Aയിൽ നിന്ന് Bയിലോട്ടാണ് ഡയറക്ഷൻ വന്നതുകൊണ്ട് Aയിലായിരിക്കും എന്ത് ചെയ്യുക, ഫോർ ബിയറിംഗ് വരിക, Bയിൽ ബാക്ക് ബിയറിംഗ് വരും.
ഇനി തിരിച്ചായിരുന്നെങ്കിൽ ബിയിൽ നിന്ന് എ, എയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് സി, അങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് ദ സർവേ ഉണ്ടായിരുന്നെങ്കിൽ ബി എ എന്ന് പറഞ്ഞ ലൈൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 80 ഡിഗ്രി എന്ന് പറഞ്ഞ ഈ ആംഗിള് എന്തായിരിക്കും? ഫോർ ബിയറിംഗ് ആയിരിക്കും. അപ്പോൾ സർവേയുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗിൻ്റെയും സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങൾ കാണുക. വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഇനി അടുത്ത റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണ്. ഈ റെഡ്യൂസ്ഡ് ബെയറിംഗും ഈ ഹോൾ സർക്കിൾ ബെയറിംഗ് ഒക്കെ എന്താണ്? ഒരു ഡെസിഗ്നേഷനാണ്. ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് രൂപങ്ങളാണ് ശരിക്ക് റെഡ്യൂസ്ഡ് ബെയറിംഗും അതേപോലെ തന്നെ ഹോൾ സർക്കിൾ ബെയറിംഗും. അതും ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉണ്ടാവുന്ന ആംഗിളുകളെ, അത് ഹോൾ സർക്കിൾ ബെയറിംഗ് ആവാം, റെഡ്യൂസ്ഡ് ബെയറിംഗും ആവാം. ഇനി മാഗ്നറ്റിക് ബെയറിംഗ് എന്താണ്? മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലൈനിലോട്ട് എടുക്കുന്ന ആംഗിളുകളെയാണ് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയും. ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് ഇൻ ബിറ്റ്വീൻ. ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ വാല്യൂ എത്രയായിരിക്കും, എത്രയുടെ ഇടയിലായിരിക്കും വരിക എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് നമ്മൾ പഠിക്കണം. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവേഴ്സ് ഉണ്ടെങ്കിൽ, ട്രാവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു സീരീസ് ഓഫ് കണക്റ്റഡ് ലൈനുകളാണ് ട്രാവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ട്രാവേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ട്രാവേഴ്സ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ അല്ല എന്ത് ചെയ്യുക, അത് എൻഡ് ചെയ്യണം. അതിനെയാണ് ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുക. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ അത് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ട്രാവേഴ്സ് ഉണ്ട്. എ, ബി, സി, ഡി, ഇ, എഫ് അങ്ങനെയാണ് പോണത്. ഓരോ പോയിന്റിലും എ, ബി, സി, ഡി, ഇ, എഫ്. അത് ഒരു ഓപ്പൺ ട്രാവേഴ്സ് ആണ്. ഈ ട്രാവേഴ്സിൽ നമ്മൾ രണ്ട് സർവേ ലൈനുകൾ എടുക്കുക, എ ബിയും ബി സിയും. തൽക്കാലം എ ബിയും ബി സി എടുക്കുക. അപ്പോൾ നമ്മുടെ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ, ഈ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഉണ്ടാവുന്ന ഒരു ആംഗിള് ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ടാവുക? ബിയിൽ, ഈ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസീഡിങ് ലൈൻ, അതായത് തൊട്ട് ബാക്കിലുള്ള ലൈനിനെ എക്സ്റ്റൻഷനും അതേപോലെ തന്നെ ഫോർവേഡ് ആയിട്ടുള്ള ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. an angle formed between the extension of the preceding line and a survey line. ഒരു സർവേ ലൈനും അതിന്റെ തൊട്ട് മുമ്പുള്ള സർവേ ലൈനിന്റെ എക്സ്റ്റൻഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ നോക്കുമ്പോൾ എ ബി ആണ് പ്രിസീഡിംഗ് ലൈൻ, ബാക്കിലുള്ള ലൈന്, ബി സി ആണ് ഫോർവേഡ് ആയിട്ടുള്ള ലൈൻ. അപ്പോൾ എ ബിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയും. ഇതിപ്പോൾ ഈ ഡയറക്ഷനിലാണ് സർവേ പോകണമെങ്കിലാണ് ഇങ്ങനെ വരിക കേട്ടോ. എ ബി സി ഡി അങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് സർവേ വരുന്നതെങ്കിലാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഇങ്ങനെ വരുന്നത്. ഇനി നമ്മൾ എന്ത് അടുത്ത സ്റ്റേഷനിലോട്ട് പോയി നോക്കാം. സി. സി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എടുക്കുമ്പോൾ ഏതാണ് പ്രിസീഡിംഗ് ലൈൻ? ബി സി ആണ് പ്രിസീഡിംഗ് ലൈൻ, സി ഡി ആണ് ഫോർവേഡ് ആയിട്ടുള്ള ലൈൻ. അപ്പോൾ ബി സിനെ എന്ത് ചെയ്യുക? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അതും ഫോർവേഡ് ആയിട്ടുള്ള ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ 2. ഇതും എന്താണ്? ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ഇനി ഡിയിൽ പോവുക. ഡിയിൽ പ്രിസീഡിംഗ് ലൈൻ ഇതാണ്, ഫോർവേഡ് ലൈൻ ഇതാണ്. അപ്പോൾ പ്രിസീഡിംഗ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തു, അടുത്ത ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ഫോർവേഡ് ആയിട്ട് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ ഇതെന്താണ്? ആൽഫ 3 ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എന്താണ്, ഒരാളിങ്ങനെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടാൻ വേണ്ടി വലത്തോട്ട് തിരിയാണ് ചെയ്തത്. ഇത് റൈറ്റിലോട്ട് തിരിഞ്ഞു. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇതിന് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ റൈറ്റ് എന്ന് പറയും. ലെഫ്റ്റിലോട്ടാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ലെഫ്റ്റ് എന്ന് പറയും. ഓക്കെ. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? റൈറ്റിലോട്ട് തിരിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. അപ്പോൾ ആ ട്രാവേഴ്സിന്റെ ഡയറക്ഷൻ ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഈ ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ വാല്യൂ എത്രയാണ് വരിക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ മാക്സിമം പോയാൽ എന്താണ്, ഒരു ലൈനിന്റെ ചുറ്റും ഉണ്ടാക്കുന്ന ആംഗിൾ മാത്രമേ വരുള്ളൂ. ഇതിങ്ങനെ കുറഞ്ഞ് 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 ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വരുള്ളൂ? മാക്സിമം അത് 180 ഡിഗ്രിയുടെ ഉള്ളിലുള്ള ആംഗിളേ വരുള്ളൂ. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ 0 to 180 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്. ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള റിവറോ ട്രെഞ്ചുകളോ പോലുള്ള ഏരിയകളിലൊക്കെ നമ്മൾ കോണ്ടൂറിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ ക്രോസ് സെക്ഷൻ മെത്തേഡ്, സ്ക്വയർ മെത്തേഡ്, സ്പോട്ട് ലെവലിംഗ്, ടാക്യോമെട്രി. ആദ്യം ഇതിന് ആൻസർ പറയാം. ടാക്യോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റീപ്പ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ കോണ്ടൂറിങ് ചെയ്യുക. ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹില്ല് വിചാരിക്കുക. ഈ ഹില്ലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മെത്തേഡുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല.
ബൈ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള റീജിയൻ ആണെന്നുണ്ടെങ്കിൽ, പരന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടൂറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ സ്ക്വയർ മെത്തേഡാണ് ഉപയോഗിക്കുക. ഈ ബൈ സ്ക്വയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, സ്ക്വയറുകളായിട്ട് ഒരുപാട് പോയിന്റുകൾ ഫിക്സ് ചെയ്യും. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, അതിനുശേഷം അടുത്ത റോയിൽ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഇതൊക്കെ എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു 5 മീറ്റർ കഴിഞ്ഞ് അടുത്ത പോയിന്റ്, 5 മീറ്റർ കഴിഞ്ഞ് അടുത്ത പോയിന്റ്, ഇവിടെ അതേപോലെ തന്നെ 5 മീറ്റർ കഴിഞ്ഞ് ഒരു പോയിന്റ്, 5 മീറ്റർ കഴിഞ്ഞ് പോയിന്റ്, ഇങ്ങനെ ഗ്രൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഡംപി ലെവൽ സെറ്റ് ചെയ്തിട്ട് ഈ പോയിന്റുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ലെവലിംഗ് സ്റ്റാഫ് വെച്ച് അവിടുത്തെ റെഡ്യൂസ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ റെഡ്യൂസ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് 102.8, 102.6, ഇത് 101.1, അങ്ങനെ ഓരോ പോയിന്റുകളുടെയും റെഡ്യൂസ് ലെവൽ എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് വരയ്ക്കേണ്ട കോണ്ടൂർ ലൈനുകൾ, ഇപ്പോൾ 99ന്റെ കോണ്ടൂർ ലൈൻ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ 99ന്റെ പോയിന്റ് വരുന്നത് അത് ഇന്റർപൊളേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലൈൻ വരയ്ക്കും. ഇപ്പോൾ വേണ്ട, ഇത് 99 എന്ന് പറഞ്ഞ പോയിന്റാണ്, ഇത് 99 എന്ന് പറഞ്ഞ പോയിന്റാണ്, ഇവിടെ 99 എന്ന് പറഞ്ഞ പോയിന്റാണ്, ഇവിടെ 99 പറഞ്ഞ പോയിന്റാണ്. അങ്ങനെ ആ പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കും. അത് ഇന്റർപൊളേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത കോണ്ടൂർ ലൈൻ വരയ്ക്കും, 100ന്റെ വരയ്ക്കും, 101ന്റെ വരയ്ക്കും, 102ന്റെ വരയ്ക്കും. അപ്പോൾ അവിടെ 1 മീറ്റർ കോണ്ടൂർ ഇന്റർവെല്ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ എന്ത് വേണം, നമുക്ക് പോയിന്റുകൾ ഫിക്സ് ചെയ്യാൻ പറ്റണം അല്ലേ. ഒരു ഫ്ലാറ്റ് റീജിയനിൽ നമുക്ക് സ്ക്വയറുകളായിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോയിന്റുകൾ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് എന്താ പറയുക, ബൈ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുക. ക്രോസ് സെക്ഷൻ മെത്തേഡും ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ എന്താണ്, അതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു റിവറോ അല്ലെങ്കിൽ ഒരു റോഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്ട്രിപ്പാണ് അല്ലേ. വീതി കുറവും നീളം കൂടുതലുള്ള ഏരിയാസിലാണ് നമ്മൾ ക്രോസ് സെക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുക. അതും ഇതേപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പോയിന്റുകൾ ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റുകളുടെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചിട്ട് ഇന്റർപൊളേറ്റ് ചെയ്യും. സ്പോട്ട് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ, ഇപ്പോൾ 99ന്റെ സ്പോട്ട് മെത്തേഡ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എവിടെയാണോ 99ന്റെ കോണ്ടൂർ ലൈൻ വരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ലെവലിംഗ് സ്റ്റാഫ് പിടിക്കും. ഓക്കെ, എന്നിട്ട് ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ അത് വളരെ ടെഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതാത് പോയിന്റുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ലെവലിംഗ് സ്റ്റാഫ് പിടിച്ച് റെഡ്യൂസ് ലെവൽ കാണുക ചെയ്യാം. പക്ഷെ ഇതൊന്നും എന്തല്ല, ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള റീജിയണിൽ ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡുകളൊന്നും പോസിബിൾ അല്ല. അവിടെ ചെയ്യുന്നത് ടാക്കിയോമെട്രിക് മെത്തേഡാണ്. ടാക്കിയോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടാക്കിയോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഹില്ലിന്റെ മുകളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, റേഡിയൽ ആയിക്കൊണ്ട് ഇങ്ങോട്ടൊരു ലൈന്, ഇങ്ങോട്ടൊരു ലൈൻ, ഇങ്ങോട്ടൊരു ലൈൻ. ലൈനൊന്നും വരയ്ക്കാൻ പറ്റൂല, അതിന് പകരം എന്ത് ആംഗിൾ മെഷർ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ആദ്യം റെഫറൻസ് ലൈൻ വെക്കും, എന്നിട്ട് ഒരു 30 ഡിഗ്രി ആംഗിളിൽ അടുത്ത ലൈനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലെവലിംഗ് സ്റ്റാഫ് വെക്കും. എന്നിട്ട് അവിടത്തേക്ക് റെഡ്യൂസ് ലെവൽ കാണും. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ കോണ്ടൂർ ലൈനുകൾ നമ്മൾ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂല, ഷീറ്റിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 2D ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ലൈനുകൾ വരയ്ക്കും. ഓക്കെ, അതാണ് ടാക്കിയോമെട്രിക് മെത്തേഡ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, സ്റ്റീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ബ്രോക്കൺ ലാൻഡ്, ഡിഫിക്കൾട്ട് ഏരിയാസിലൊക്കെ നമ്മൾ നടത്തുന്ന കോണ്ടൂറിങ് എന്ന് പറയുന്നത് ടാക്കിയോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ തിയോഡലൈറ്റ് റീഡിംഗ് ബോത്ത് ദ വെർണിയേഴ്സ് എലിമിനേറ്റ്സ്. ഒരു തിയോഡലൈറ്റിൽ 2 വെർണിയറുകളും റീഡ് ചെയ്യുമ്പോൾ അവിടെ എലിമിനേറ്റ് ആവുന്ന എറർ ഏതാണ്? ഇതാണ് ഒരു തിയോഡലൈറ്റ്. ഓക്കെ, ഈ തിയോഡലൈറ്റിന്റെ വെർണിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെർണിയർ ഉണ്ടാവും, ഒരു എ വെർണിയർ ഉണ്ടാവും. ഇതേപോലെ തന്നെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു വെർണിയർ ഉണ്ടാവും. തിയോഡലൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ സർക്കിൾ ഉണ്ട്, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ഇൻഡെക്സും ഉണ്ട്, ഇവിടെ വെർട്ടിക്കൽ സർക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്തുണ്ടാവുന്ന വെച്ചാൽ 2 വെർണിയർ ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ സർക്കിളിൽ തന്നെ ഇവിടെ ഒരു വെർണിയറും ഇവിടെ ഒരു വെർണിയറും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏത് ആംഗിൾ മെഷർ ചെയ്യുമ്പോഴും അതിൻ്റെ എ വെർണിയറും ബി വെർണിയറും റീഡ് ചെയ്യും. എന്തിനാണ് അങ്ങനെ നമ്മൾ റീഡ് ചെയ്യുന്നത്? എ വെർണിയറും ബി വെർണിയറും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സെൻട്രിക് ആയിട്ടുള്ള എറർ ഇൻസ്ട്രുമെന്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, എലിമിനേറ്റ് ആവും. എക്സെൻട്രിസിറ്റി കാരണം എന്തെങ്കിലും എറർ, ഇപ്പോൾ അങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്ത് കിടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഭാഗവും റീഡ് ചെയ്യുന്നത് കൊണ്ട് എക്സെൻട്രിസിറ്റി എറർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 2 വെർണിയേഴ്സും തിയോഡലൈറ്റിൽ റീഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, എക്സെൻട്രിക് എറർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഇസ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഫോർ ബിയറിംഗ്, ഒരു ലൈന് എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും 180 ഡിഗ്രിക്ക് ഈക്വൽ അല്ലെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറയാം. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്.
ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറയാൻ കാരണം ഇങ്ങനെയല്ല എന്ത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എപ്പോഴും 180 ഡിഗ്രിക്ക് ഈക്വൽ ആയിക്കൊള്ളണമെന്നോ ഒന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിട്ടില്ലെങ്കിൽ അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് ഈ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി അല്ലാതെ വരുന്നത്? അതാദ്യം മനസ്സിലാക്കാം. എപ്പോഴും ഒരു ലൈനിന്റെ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ട്? ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ലോക്കൽ അട്രാക്ഷൻ? മാഗ്നറ്റിക് നീഡിൽ ഒരു കോമ്പസ് നമ്മൾ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാരണം നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ലോക്കൽ അട്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിനെന്തുണ്ട്? ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 180 ഡിഗ്രി കിട്ടുന്നില്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ലൈനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ആൻസർ ഒരു ലൈനിന്റെ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എയിലും ബിയിലും എന്തുണ്ട്? ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ലോക്കൽ അട്രാക്ഷൻ എക്സിസ്റ്റ് ഓൺ ബോത്ത് എ ആൻഡ് ബി if the difference between forebearing and back bearing of line AB is not equal to 180 degree. Okay. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The latitude and departure of a traverse line are both positive, then the line lies in. ഒരു ട്രാവേഴ്സ് ലൈനിന്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് ആണെങ്കിൽ അത് ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്താണ് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ എന്ന് അറിയണ്ടേ? ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലൈനിന്റെ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിൽ എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ശരിക്കും മനസ്സിലാക്കട്ടെ, എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. അതിന്റെ ഒരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് കോമ്പസ് വെച്ചു. അവിടുത്തെ ബെയറിംഗ് നമ്മൾ കണ്ടുപിടിച്ചു. ആ ബെയറിംഗ് ആണ് തീറ്റ. ഓക്കെ. ഇനി ഈ ലൈനിന്റെ ലെങ്ത്തും എന്ത് ചെയ്തു? മെഷർ ചെയ്തു. അതാണ് എല്ല് മെഷർ ചെയ്തു, ബെയറിംഗ് മെഷർ ചെയ്തു, തീറ്റ. അപ്പൊ ഈ ലൈൻ എന്താണ്? ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലോ കിടക്കണ്ടാവുക. ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ ആണ് എന്ത് ചെയ്യുക? കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ആ ക്വാഡ്രന്റിന്റെ കോർഡിനേറ്റ് ലെങ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. കോർഡിനേറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. ഏതിലോട്ട്? മെറീഡിയനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലെങ്ത് കിട്ടും അല്ലേ? ഈ ലൈനിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു ലെങ്ത് കിട്ടും. ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ലാറ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത് കോർഡിനേറ്റ് ലെങ്ത് ഓഫ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ മെറീഡിയൻ. മെറീഡിയന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ലൈനിന്റെ കോർഡിനേറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ കോസ് തീറ്റയാണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലൈൻ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ബെയറിംഗ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഇനി എന്താ ഡിപ്പാർച്ചർ? ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കോർഡിനേറ്റ് ലെങ്ത് ആണ്. ബട്ട് ഇറ്റ് ഈസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ മെറീഡിയൻ. മെറീഡിയൻ എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് ആണ് മെറീഡിയൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈസ്റ്റ് വെസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ലെങ്ത് എടുക്കുക. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഡിസ്റ്റൻസിനെയാണ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഇതുണ്ടോ? ഈ ലെങ്ത്തും സെയിം ആണ്. അതിനെയാണ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ സൈൻ തീറ്റ എന്നുള്ളതാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എൽ കോസ് തീറ്റ എന്താണ്, എൽ സൈൻ തീറ്റ എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പാരലൽ ടു ദ മെറീഡിയൻ. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ മെറീഡിയൻ. ഓക്കെ. ഇനി ഇത് ഓരോ ക്വാഡ്രന്റിൽ നിൽക്കും തോറും ഇവിടെ ലാറ്റിറ്റ്യൂഡ് നോർത്തിലോട്ട് എടുത്താൽ പോസിറ്റീവ് ആണ്, ഈസ്റ്റിലോട്ട് എടുത്താലും പോസിറ്റീവ് ആണ്. ലാറ്റിറ്റ്യൂഡ് നോർത്തിലോട്ട് എടുത്താൽ പോസിറ്റീവ് ആണ്, സൗത്തിലോട്ട് എടുത്താൽ നെഗറ്റീവ് ആണ്. ഡിപ്പാർച്ചർ ഈസ്റ്റിലോട്ട് എടുത്താൽ പോസിറ്റീവ് ആണ്, വെസ്റ്റിലോട്ട് എടുത്താൽ നെഗറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ നോർത്തും ഈസ്റ്റും ആണ് ഉള്ളത്. നോർത്തിലാണ് ലാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഈസ്റ്റിലാണ് ഡിപ്പാർച്ചർ ഉണ്ടാവുക, അതും പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടും പോസിറ്റീവ് ആവുന്നത്, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് ആവുന്നത് ക്വാഡ്രന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ആൻസർ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നോക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൗത്ത് ഈസ്റ്റ് ആണ്. നോർത്തിലും സൗത്തിലുമാണ് ലാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഈസ്റ്റിലും വെസ്റ്റിലുമാണ് ഡിപ്പാർച്ചർ ഉണ്ടാവുക. അപ്പൊ സൗത്തില് എന്താണ്? സൗത്ത് നെഗറ്റീവ് ആണ്, ഈസ്റ്റ് പോസിറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതാണ് എന്ത്? സെക്കൻഡ് ക്വാഡ്രന്റ്.
തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൗത്ത് നെഗറ്റീവ് ആണ്, വെസ്റ്റ് നെഗറ്റീവ് ആണ്. ഇപ്പോൾ രണ്ടും നെഗറ്റീവായി. ഫോർത്ത് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് പോസിറ്റീവ് ആണ്, വെസ്റ്റ് നെഗറ്റീവ് ആണ്. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയി. അപ്പോൾ ഈ ഓരോ ക്വാഡ്രന്റുകളുടെ സൈൻ ഡിഫറൻറ്റ്. ഇത് പോസിറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെയായിരിക്കും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും അവിടെ ഉണ്ടാവുക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 600 മീറ്റർ. 600 മീറ്ററിന് കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഇത് ലെവലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്ഷൻ ഫോർ റിഫ്രാക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.0112 d² ആണ്. ഡി എഴുതേണ്ടത് എപ്പോഴും കിലോമീറ്ററിലാണ്, പക്ഷെ ആൻസർ കിട്ടുന്നത് എപ്പോഴും മീറ്ററിലാണ്. അത് ഓർത്ത് വെക്കുക. ഡി എഴുതേണ്ടത് എപ്പോഴും കിലോമീറ്ററിലാണ്, പക്ഷെ ആൻസർ കിട്ടുന്നത് മീറ്ററിലാണ്. അപ്പോൾ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 0.0112 d². കറക്ഷൻ ഫോർ കർവേച്ചർ എന്ന് പറഞ്ഞാൽ 0.0785 d². കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ 0.0673 d². ഈ 3 വാല്യൂസും പഠിച്ചു വെക്കുക. കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 600 മീറ്റർ ഡിസ്റ്റൻസിന്. അപ്പോൾ എന്ത് ചെയ്തു? 0.0112 ഇൻറ്റു 600 മീറ്റർ എന്നുള്ളതിനെ കിലോമീറ്റർ ആക്കുക. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ 0.6 എന്ന് കിട്ടും. 0.6². മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 0.00432 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 0.004. ഓക്കെ. ഇതേ ചോദ്യം തന്നെ കറക്ഷൻ ഫോർ കർവേച്ചറിനും ചോദിക്കാം, കമ്പൈൻഡ് കറക്ഷനും ചോദിക്കാം. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.